ഇന്നലെ വൈകുന്നേരം സീമാജി നായർ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചൊരു പോസ്റ്റ് ഉണ്ട്. ഗുഡ് ഈവനിങ്. കേട്ട തെറികൾക്ക് കുറവില്ല, കേട്ടാൽ അറക്കുന്ന പലതും കേട്ടു. എന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ കമന്റ് നോക്കരുത് എന്ന് പറഞ്ഞു. സ്വതന്ത്രമായി ചിന്തിക്കുവാനും ജീവിക്കുവാനും പറ്റുന്ന ഈ നാട്ടിൽ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ആകാനേ കഴിയുകയുള്ളൂ. ഇന്ന് ഏറെ സന്തോഷം തോന്നിയ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പിക്ചർ കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പാലക്കാടിൻ്റെ മണ്ണിൽ വന്നിറങ്ങിയ സന്തോഷം. അത് യാതൊരു മറയുമില്ലാതെ സീമാജി നായർ വളരെ കണ്ണിങ് ആയിക്കൊണ്ട് എത്രയൊക്കെ തെറി പറഞ്ഞാലും തൻ്റെ നിലപാടുകൾ സൈബർ സഖാക്കൾ എന്തൊക്കെ വിളിച്ച് കുത്തിവലിച്ചു കഴിഞ്ഞാലും തൻ്റെ നിലപാടുകളിൽ മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പാലക്കാട്ടിൻ്റെ മണ്ണിൽ വന്നിറങ്ങിയതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സീമാജി നായർ പറയുന്നത്, ഇന്നത്തെ ദിവസം ഞാൻ വളരെ ആത്മസംതൃപ്തിയോടുകൂടി കിടന്നുറങ്ങും, സന്തോഷവതിയായി വളരെ സുഖനിദ്രയിലേക്ക് താൻ ഇന്നത്തെ ദിവസം പോകുമെന്നാണ് ഈ സീമാജി നായർ കൂട്ടിച്ചേർക്കുന്നത്. അതായത് ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കറക്റ്റ് എക്സാക്ട്ലി സെപ്റ്റംബർ 15 രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ്, വരുമോ, വരില്ല, വരില്ലേ, വരാതിരിക്കില്ല, വരുമായിരിക്കും, വന്നു, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് സീമാജി നായർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്ന് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിൻ്റെ താഴെ സൈബർ സഖാക്കളുടെ തെറിവിളികളായിരുന്നു, തെറി അഭിഷേകമായിരുന്നു. ഒരു നാണവും മാനവുമില്ലാതെ കേട്ടാൽ അറക്കുന്ന തെറികൾ കൊണ്ട് ഈ പറയുന്ന ചെന്നായക്കൂട്ടം സീമാജി നായരെ ആക്രമിക്കുകയായിരുന്നു. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തുന്നതുമായ ചർച്ചകളുടെ പിന്നാലെയായിരുന്നു എല്ലാവരും. അങ്ങനെ ശനിയാഴ്ച രാവിലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വന്നില്ല. ബട്ട് ഇന്നലെ വന്നപ്പോൾ തൻ്റെ സന്തോഷം, രാഹുൽ പാലക്കാട് തിരിച്ചെത്തിയതിലുള്ള തൻ്റെ സന്തോഷം അത് മറച്ചു വെക്കുന്നില്ല സീമാജി നായർ, അത് തുറന്നു പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് താൻ ഏറെ സന്തോഷവതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി വളരെ സുഗമമായിട്ട് യാതൊരുവിധ അലട്ടലുകളുമില്ലാതെ താൻ കിടന്നുറങ്ങുമെന്ന് കൂട്ടിച്ചേർക്കുകയാണ് ഈ പറയുന്ന സീമാജി നായർ. ഓഫ് കോഴ്സ് നമ്മൾ എന്തൊക്കെയാണെങ്കിലും, കാരണം കഴിഞ്ഞ പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് സീമാജി നായർ എഴുതിയ വരികൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഈ പറയുന്ന സീമാജി നായർക്കെതിരെയും ഈ സൈബർ സഖാക്കൾ നടത്തിയ അതിക്രൂരമായ തെറി അഭിഷേകം അത് ഇന്നത്തെ പോസ്റ്റിലുണ്ടോ എന്നുള്ളത് നമ്മൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് പരിശോധിക്കുകയാണ്. ഇന്ന് പല കമൻറ്റുകളും അതിൽ വന്നിട്ടുണ്ട്. എന്താ പറയേണ്ടത്, ഒരുപാടധികം കമൻറ്റുകൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയെ ഉണ്ട്. ഒരു 3K കമൻറ്റ്സോളം ഉണ്ട്. സ്ത്രീകൾക്കും നട്ടെല്ല് നിവർത്തി പൊതുയിടത്തിൽ സംസാരിക്കാൻ ഈ കേരളത്തിൽ കഴിയുമെന്ന് നിങ്ങൾ തെളിയിച്ചു. നീതിബോധമുള്ള സ്ത്രീകൾക്ക് താങ്കൾ ഊർജമാകട്ടെ എന്ന് ഒരാൾ. ഊത്തന്മാര് എഴുതി തരുന്നത് പോസ്റ്റ് ചെയ്യുന്നതിനുള്ള കൂലി ചൂരൽമല ഫണ്ട് കട്ടതിൽ നിന്നാണോ ചേച്ചി എന്ന്. ചൂരൽമല ഫണ്ട് കട്ടത് ആരാണ് സഖാക്കളെ എന്ന് കൂടി നിങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് നല്ലതാണ്. കാരണം ചൂരൽമല ഫണ്ട് കട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ഇരട്ടച്ചങ്കനാണ്. ഇരട്ടച്ചങ്കൻ കട്ട കാര്യം എങ്ങനെയാ ബാക്കിയുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്? എന്താണെങ്കിലും ആ പോസ്റ്റ് ഇട്ടവന് സീമാജി നായർ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അല്ലടാ, നിന്റെ ഭാര്യയെ വിറ്റ വകയിൽ നീ തന്നാൽ മതി എന്ന് സീമാജി നായരുടെ കിടിലൻ തഗ് റിപ്ലൈ. ചാത്തപ്പാട സന്തോഷായില്ലേ എന്ന്. അങ്ങനെ നിരവധി കമന്റുകളാണ് ഈ കമന്റ് ബോക്സിലും സീമാജി നായരെ അനുകൂലിച്ചുകൊണ്ട് സീമാജി നായരുടെ നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് വരുന്നത്. അതിൽ ചില കമന്റുകളൊക്കെ ഇത്തരത്തിൽ എന്താ പറയേണ്ടത്, ചില സഭ്യമല്ലാത്ത രീതിയിൽ പച്ചത്തെറി വിളിക്കുന്ന രീതിയിൽ തെറി അഭിഷേകങ്ങൾ നടത്തുന്ന രീതിയിലുമുണ്ട്. എന്നാലും ഈ കമന്റ് ബോക്സിലെ മിക്ക കമന്റുകളും സീമാജി നായർക്ക് അഭിനന്ദനങ്ങളും സീമാജി നായരുടെ നിലപാടിനുകൾക്ക് ഒപ്പം നിന്നുകൊണ്ടുള്ള കമന്റുകളാണ് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ഇവിടെ ഈ സഖാക്കളെ ഇത്ര അസ്വസ്ഥരാക്കുന്ന കാര്യം എന്താണ്?
സഖാക്കളെ ഇത്ര അസ്വസ്ഥരാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, സഖാക്കൾ ആഗ്രഹിച്ചത് ഈ ഒരു വിവാദങ്ങളും ഈ ഒരു കോലാഹലങ്ങളും ഉണ്ടാക്കുക വഴി ഇവർ ആഗ്രഹിച്ചത്, ഇവർ ലക്ഷ്യം വെച്ചത്, ഇവരുടെ ഉന്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോണമെന്നോ, രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ചെയ്യണമെന്നോ ഇതൊന്നുമല്ല അവരാഗ്രഹിച്ചത്. അവരാഗ്രഹിച്ചത് പാലക്കാട്ടെ MLA എന്നുള്ള ആ MLA പദവി രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഇവർ എല്ലാ ശ്രമങ്ങളും നടത്തിയത്. ഈ വിവാദങ്ങളും ഈ ആരോപണങ്ങളും ഈ കോലാഹലങ്ങളും ഈ സ്ത്രീകളെ മുന്നിൽ നിർത്തിയുള്ള കളികളും ഒക്കെ തുടങ്ങിയത് അതിനു വേണ്ടി മാത്രമാണ്. രാഹുൽ വിജയിക്കാതിരിക്കാൻ, പാലക്കാട്ട് രാഹുൽ വിജയിക്കാതിരിക്കാൻ പല കളികളും, നാറിയ കളികൾ കളിച്ചവരാണ് ഈ നെറികെട്ട ചെന്നായ കൂട്ടങ്ങൾ. അതൊന്നും വില പോയില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് അത്യധികം ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത അത്രയധികം വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറി എന്നുള്ളതാണ്. ഈ രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറിയ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ സൈബർ അന്തംഗമികൾ, ഈ സൈബർ സഖാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്യാമ്പയിനുകൾ അന്ന് മുതലേ തുടങ്ങിയതാണ്. അന്നൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമായിരുന്നു. അതും കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകയായിട്ടുള്ള പല സ്ത്രീകളെയും യുവതികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ രാഹുൽ മാങ്കൂട്ടവുമായി നടത്തിയിരിക്കുന്ന ചാനലുകളിൽ വന്നിരിക്കുന്ന പല അഭിമുഖങ്ങളുടെയും ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വ്യാജഗർഭത്തിൻ്റെ കഥകൾ ഉണ്ടാക്കിയെടുത്തത്. അത് കഴിഞ്ഞ് അതെവിടെയും മേൽക്കാതെ വന്നപ്പോൾ, അതെവിടെയും ചർച്ചയാവാതെ വന്നപ്പോൾ, അതൊന്നും രാഹുലിൻ്റെ രോമത്തിൽ പോലും തട്ടുന്നില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി മാധ്യമങ്ങളിലെ മുന്നിൽ വന്നുകൊണ്ട് ഒരു ആരോപണം അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ രാഹുലിനെ ഒതുക്കുവാൻ വേണ്ടി ഇവരെല്ലാ ശ്രമങ്ങളും നടത്തി. അതൊക്കെ 8 നിലയിൽ പൊട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം രാഹുൽ MLA സ്ഥാനം രാജിവെച്ചില്ല എന്ന് മാത്രമല്ല, 15 നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ അവിടെ വന്നു. അവിടെ ഇവർക്ക് പ്രതിഷേധിക്കുവാനോ രാഹുലിനെതിരെ ശബ്ദമുയർത്തുവാനോ ഒന്നിനും ഈ സഖാക്കൾക്ക് സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ മണ്ണിൽ ഇന്നലെ വന്നിറങ്ങിയപ്പോൾ അവിടെ രാഹുലിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അവിടെ പാലക്കാട്ടൻ ജനത വലിയ ആവേശത്തിലായിരുന്നു. അവരൊക്കെ രാഹുലിനെ കാണുവാനും കെട്ടിപ്പിടിക്കുവാനും ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് നൽകുവാനും അതുപോലെ രാഹുലുമൊത്ത് ഒരു സെൽഫി എടുക്കുവാനും ഒക്കെ അവർ അങ്ങനെ മത്സരിച്ചു എന്ന് മാത്രമല്ല, രാഹുൽ എല്ലായിടത്തും വളരെ ജനപ്രീതിയോടുകൂടി, എനിക്ക് തോന്നുന്നു ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിന് മുമ്പ് രാഹുലിന് ഉണ്ടായതിലധികം ജനപ്രീതി ഇന്നലെ പാലക്കാട്ടിൻ്റെ മണ്ണിൽ നമ്മൾ കണ്ടു. അത് ഇവരും ഈ പറയുന്ന അന്തംഗമി സഖാക്കളും ഈ TV റിപ്പോർട്ടർമാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നു. കാരണം രാഹുൽ ഇന്നലെ പാലക്കാട് വന്ന് ഇറങ്ങിയത് മുതൽ വൈകുന്നേരം വരെ രാഹുലിന്റെ പുറകെ തന്നെയായിരുന്നു ഇവരുടെ ക്യാമറ കണ്ണുകൾ. അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ വന്നു. അവിടെ തനിക്ക് നിവേദനം നൽകാൻ, തന്നോട് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വന്നവരെ കണ്ടു, അവരുടെ പരാതികൾ കേട്ടു, അവരിൽ നിന്ന് നിവേദനങ്ങൾ സ്വീകരിച്ചു, ഒക്കെ കണ്ടു, എല്ലാത്തിനും പരിഹാരം കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ഒന്നുകൂടി ഹാലിളകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? രാഹുലിനെ തടയുമെന്ന് പറഞ്ഞു, തടയാൻ പറ്റിയില്ല. രാഹുൽ പാലക്കാട് രാജിവെക്കണമെന്ന് പറഞ്ഞു, രാജിവെച്ചില്ല. നിയമസഭയിൽ എത്തരുതെന്ന് ആഗ്രഹിച്ചു, നിയമസഭയിൽ വന്നു. പാലക്കാട് വരരുതെന്ന് ആഗ്രഹിച്ചു, പാലക്കാട്ടും വന്നു. പാലക്കാട്ട് വന്നാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാമെന്ന് സരിൻ വെല്ലുവിളിച്ചു. ബട്ട് രാഹുൽ പാലക്കാട്ട് വന്നപ്പോൾ സരിൻ എവിടെയാണെന്നുള്ളത് മഷിയിട്ട് നോക്കിയിട്ട് അന്തംഗമി സഖാക്കൾക്ക് പോലും മനസ്സിലായില്ല സരിൻ എവിടെയാണുള്ളത് എന്ന്. അപ്പൊ ഇത്തരത്തിൽ എല്ലാം കൊണ്ടും അടികളും തിരിച്ചടികളും കരണത്തടിയും മാത്രം ലഭിച്ച സഖാക്കള് ആകെ ഹാലിളകി നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാന ബാക്കിപത്രമായിട്ടാണ് ഇന്നലെ സുരേഷ് ബാബു എന്ന് പറയുന്ന നെറികെട്ട നാണംകെട്ട ചെറ്റ ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപങ്ങളും വ്യക്തിഹത്യയും തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നതും നമ്മൾ കണ്ടത്.